ഷഹ്റു റമദാൻ എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ മാസങ്ങളോടുകൂടെയും ഷഹർ ചേർത്ത് പറയാറുണ്ട്. എന്നാൽ മറ്റു മാസങ്ങളുടെ കൂടെ ഷഹർ ചേർത്ത് പറയുന്നതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. റമദാനിൻ്റെ കൂടെ ഷഹർ ചേർത്തേ ഉപയോഗിക്കാവൂ എന്ന് ചിലർ പറയുമ്പോൾ, അതുപോലെ തന്നെ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഈ 3 മാസങ്ങളിലും ഷഹർ ചേർത്തേ ഉപയോഗിക്കാവൂ എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. അതിലേക്ക് മറ്റു ചിലർ പേരുകളുടെ തുടക്കത്തിൽ റാ ഉള്ള എല്ലാ ഇസ്മും, റജബ് അടക്കം, അതിലൊക്കെ അത് പ്രയോഗിക്കുമ്പോൾ ഷഹർ ചേർത്തേ ഉപയോഗിക്കാവൂ എന്നൊരു പക്ഷം. മറ്റൊരു വിഭാഗം ഷഹർ ചേർക്കൽ നിർബന്ധമല്ല, ചേർക്കുകയാണെങ്കിൽ ഈ റാ ഉള്ളതിലേ ചേർക്കാവൂ എന്ന് പറയുന്നവരുണ്ട്. മറ്റൊരു വിഭാഗം റജബ് അതിന് ഒഴിവാണ്, 3 മാസം റമദാന്, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ ഈ 3 മാസങ്ങളിൽ ഷഹർ ചേർത്ത് പ്രയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പ്രയോഗിക്കാവൂ. മറ്റുള്ള മാസങ്ങളിലൊന്നും ഷഹർ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നഹ്വീങ്ങളുണ്ട്. വാസ്തവത്തിൽ അതിലൊക്കെ പ്രബലം ഷഹർ എല്ലാറ്റിലും ചേർക്കാം, ചേർക്കാതിരിക്കാം എന്നാണ്, രണ്ടും ചെയ്യാമെന്ന. ഈ വിഷയം ഇമാം അസ്ഹരി അവരുടെ തെഹദീബിൽ, തെഹദീബ് ഫിൽ ലുഗ, ലുഗത്തിൻ്റെ മുഅ്ജമാണല്ലോ തെഹദീബ്, ഇമാം അസ്ഹരി 370 വഫാത്തായതാണ്. അവർ ഉദ്ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, പിന്നെ അറബികൾ സാധാരണ അൽ അറബു തദ്കുറു ഷുഹൂറ കുല്ലഹ മുജറദത്തൻ മിൻ ലഫ്ളി ഷഹരിൻ, അറബികൾ ഷഹറുകളൊക്കെ, ഷഹറിൻ്റെ അസ്മാ അതിൽ ഷഹർ എന്നുള്ള പദം ചേർക്കാതെയാണ് പ്രയോഗിക്കാറുള്ളത്. ഇല്ലാ ഷഹ്റൈ റബിയൈൻ, 2 റബിയകൾ വ റമദാൻ, റമദാൻ ഈ 3 മാസങ്ങളിൽ ഷഹർ ചേർത്താണ് ഉപയോഗിക്കാറുള്ളത് എന്ന് അസ്ഹരി തെഹദീബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ലിസാനുൽ അറബിൽ ഇബ്നു മന്ദൂറും 711 അവർ വഫാത്തായത്, അവരും ഈ ഒരു അഭിപ്രായം അസ്ഹരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ താജുൽ അറൂസിൽ, ഷറഹുൽ ഖാമൂസിൽ ഇമാം ഫറായിൽ നിന്ന്, ഫറാ വലിയ ഭാഷാ പണ്ഡിതനാണ്, ഫറായി 215 വഫാത്തായി, അല്ലെങ്കിൽ 207 വഫാത്തായി. അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട്, കാലൽ ഫറാഉ യുക്കാലു ഹാദാ ഷഹ്റു റമദാൻ വഹുമാ ഷഹ്റാ റബീഅ്, ഇങ്ങനെ പറയും. എന്നാൽ ഷഹ്റു റബീഉൽ അവ്വൽ, ഷഹ്റു റബീഉൽ ആഖിർ ഇങ്ങനെ പറയും. വലാ യുദ്കറു ഷഹ്റു, ഷഹ്ർ പറയാൻ പാടില്ല, മാ സായിർ ഷുഹൂരി അൽ അറബിയ, അറബി മാസങ്ങളിൽ മറ്റു പേരുകളോട് കൂടെ ഷഹർ ചേർക്കാൻ പാടില്ല എന്നും കൂടെ ഫറാ കൂട്ടി പറഞ്ഞിട്ടുണ്ട്. യുക്കാലു ഹാദാ ഷഅബാനു ഖദ് അഖ്ബൽ, അങ്ങനെ പറയൂ, ഹാദാ ഷഹ്റു ഷഅബാൻ എന്ന് പറയാൻ പാടില്ല. വ ഷാഹിദുഹു ഖൗലുഹു അസ്സ വജൽ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആനിൽ ഷഹ്റു റമദാൻ എന്നുണ്ടല്ലോ. ഖുർആനിൽ ഷഹ്റു റമദാൻ എന്നുണ്ടായതുകൊണ്ട് ഷഹ്റു റമദാൻ, ഈ ഷഹർ മറ്റൊന്നിലും ഉപയോഗിക്കാൻ പാടില്ല എന്നതിന് കിട്ടൂല, നീ റമദാൻ തന്നെ അങ്ങനെ ഉപയോഗിക്കാവൂന്നും അതിന് കിട്ടൂല. അപ്പം അങ്ങനെ ഒരു അഭിപ്രായം താജുൽ അറൂസിൽ ഫറായിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം നബവിയും തഹദീബുൽ അസ്മാഇ വൽ ലുഗാത്തിൽ ഫറായിൽ നിന്ന് ഇതേ അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ മിസ്ബാഹുൽ മുനീറിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്, റബീഉൽ അവ്വൽ എന്ന മാസത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് മിസ്ബാഹുൽ മുനീറിലുണ്ട്, റബീഉ ഷുഹൂരി ഇസ്നാനി, റബീഉ ഷുഹൂർ 2 എണ്ണമുണ്ട്, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ. ഖാലു ലാ യുഖാലു ഫീഹിമാ ഇല്ലാ ഷഹ്റു റബീഇനിൽ അവ്വൽ വ ഷഹ്റു റബീഇനിൽ ആഖിർ. ഷഹ്റു റബീഇനിൽ അവ്വൽ, ഷഹ്റു റബീഇനിൽ ആഖിർ ഇങ്ങനെ പറയാവൂ എന്ന് അവർ പറയുന്നുണ്ട്. ബിസിയാദത്ത് ഷഹ്റിൻ, ഷഹ്ർ കൂട്ടിയിട്ടേ പറയാവൂ, ഷഹ്ർ ഒഴിവാക്കി പറയൂല. വ തൻവീന് റബീഇൻ, റബീഇന് തൻവീൻ കൊടുത്തിട്ട് റബീഇനിൽ അവ്വൽ. അപ്പോൾ വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹ്റ റബീഇനിൽ അവ്വലി, ഇനി ഷഹ്ർ ഒഴിവാക്കുകയാണെങ്കിൽ വുലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅനിൽ അവ്വല എന്ന് പറയേണ്ടി വരും. അപ്പോൾ റബീഅ എന്നുള്ളത് മുൻസരിഫാണ്, ഗൈർ മുൻസരിഫ് അല്ല, അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ റബീഅനിൽ അവ്വല എന്ന് പറയേണ്ടി വരും. അവ്വൽ എന്നുള്ളത് സിഫത്തും റബീഅ എന്നുള്ളത് ഇസ്മുമായിട്ട്, അലമുമായിട്ട്. പിന്നെ ഇത് വസ്ഫാക്കി പറയുമ്പോൾ അങ്ങനെ പറയേണ്ടി വരും. ബി തൻവീൻ റബീഇൻ വ ജാഇലിൽ അവ്വലി വൽ ആഖിരി, അവ്വൽ ആഖിർ എന്ന് നമ്മൾ പറയുന്നത് റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ പറയുന്നത് വസ്ഫൻ താബിഅൻ ഫിൽ ഇഅറാബി, അതിന് നേരെ മുമ്പുള്ള റബീഇനിക്ക് താബി ആയിട്ട് പറയാം. ഇങ്ങനെ പറയണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത്
മിസ്ബാഹിൽ ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് മിസ്ബാഹിൻ്റെ അഭിപ്രായം പറയാണ് ബയജൂസു ഫീഹി, പക്ഷേ റബിയുൽ അവ്വൽ എന്ന് പറഞ്ഞിടത്തും റബിയുൽ ആഖിർ എന്ന് പറഞ്ഞിടത്തും പറ്റും അൽ ഇളാഫത്തു, ഇളാഫത്ത് ചെയ്തും പറ്റും. വഹുവ മിൻ ബാബി ഇളാഫത്തി ഷൈഇ ഇലാ നഫ്സിഹി, റബിയുൽ അവ്വൽ എന്ന് തന്നെ പറയാം. അപ്പോൾ വലിദ സല്ലല്ലാഹു അലൈഹി വസല്ലം റബി അൽ അവലി എന്ന് പറയാൻ പറ്റും. റബി എന്നുള്ള പിന്നെ മൗസൂഫിനെ അവ്വൽ എന്ന സിഫത്തിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ട് പറയാം. ലിഖ്തിലാഫി ലഫ്ലൈനി നഹ്വു ഹബ്ബൽ ഹസീദ് എന്ന് പറയുന്നത് പോലുള്ള ഇളാഫത്താണ് അത്. ഈ വിഷയം പറഞ്ഞിട്ട് അപ്പോൾ റബിയുൽ അവ്വൽ എന്ന് ഇളാഫത്ത് ചെയ്തിട്ടും വായിക്കാം, റബിയുനിൽ അവ്വൽ വസ്ഫാക്കിയിട്ടും വായിക്കാമെന്ന് മനസ്സിലായി. അതിൻ്റെ ശേഷം മിസ്ബാഹുൽ മുനീറിൽ പറഞ്ഞത് ഖാല ബഅ്ളുഹും, ചിലർ പറഞ്ഞു എന്ന. അപ്പോൾ അത് എല്ലാവരുടെയും അഭിപ്രായമല്ല. ഇന്നമൽ തസമത്തിൽ അറബു ലഫ്ല ഷഹരിൻ, ഷെഹർ എന്ന ലഫ്ലിനെ അറബികൾ കൂട്ടി പറഞ്ഞിട്ടുള്ളത്, പതിവായി കൂട്ടി പറയാറുള്ളത് ഖബല റബിയ, റബിയൻ്റെ മുമ്പാണ്. റബിയൻ്റെ മുമ്പ് ഷെഹറു റബിയുൽ അവ്വൽ, ഷെഹറു റബിയുൽ ആഖിർ ഇങ്ങനെ പറയാറുണ്ട്. ഖബല റബിയ ലിഅന്ന ലഫ്ല റബിയ, റബിയ എന്ന് പറഞ്ഞ ലഫ്ല് മുഷ്തറക്കുൻ ബൈന ഷഹരി വൽ ഫസ്ലി. ഇതിനൊരു കാരണമുണ്ട് അറബികളങ്ങനെ കൂട്ടി പറയാൻ, ഒരു പോയിൻ്റ് ഉണ്ട് അവിടെ. റബിയ എന്നുള്ള പദം അത് മുഷ്തറക്ക് ലഫ്ലിയാണ് എന്ന് പറഞ്ഞാൽ മാസം എന്ന അർത്ഥത്തിലും റബിയ എന്ന് പറയും. അന്ന് വസന്തകാലം ഉണ്ടായാലും ഇല്ലെങ്കിലും പിന്നെ വർഷത്തിൽ വരുന്ന 4 കാലത്തിന് വസന്തകാലം, ഈ വസന്തകാലം എന്നുള്ള അർത്ഥത്തിനും റബിഅൈനി നമ്മൾ പറയും, റബിഅ എന്ന് പറയും. അപ്പോൾ ഉലിദ ഫിർ റബിഅ എന്ന് പറഞ്ഞാൽ വസന്തകാലത്തിൽ പ്രസവിക്കപ്പെട്ടു എന്നാണോ പറയുന്നത്, അത് റബീ എന്ന മാസത്തിൽ പ്രസവിക്കപ്പെട്ടു എന്ന് പറയുന്നത് തിരിച്ചറിയാത്തൊരു പ്രശ്നം വരുന്നതുകൊണ്ട് അറബിയാൾ മാസം ഉദ്ദേശിച്ച് പറയുമ്പോൾ ഷെഹറുർ റബിയ എന്ന് പറയും, റബിയുൽ അവ്വൽ. ഈ വസന്തം തന്നെ 2 ഉണ്ട്. ഈ വസന്തം ഉദ്ദേശിക്കുമ്പോൾ തന്നെ 2 ഉണ്ട്. അപ്പോൾ 1-ാം വസന്തം 2-ാം വസം എന്നാണോ അർത്ഥം, അതോ പിന്നെ മാസം എന്നാണ് അർത്ഥം എന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ് അങ്ങനെ ഷെഹർ കൂട്ടി പറയുന്നത്. ഫൽതസമു ലഫ്ള ഷഹരിൻ ഫി ഷഹരി, ഷെഹറിൻ്റെ പേര് പറയുമ്പോൾ ഷെഹർ എന്ന് കൂട്ടി പറയും. വഹദഫൂഹു ഫിൽ ഫസലി, കാലത്തെ വസന്തകാലം ഉദ്ദേശിച്ച് പറയുമ്പോൾ അവർ ആ ഷെഹർ ഒഴിവാക്കും. ലിൽ ഫസലി, കാലത്തിൻ്റെയും മാസത്തിൻ്റെ ഇടയിൽ വിട്ടുപിരിക്കാൻ വേണ്ടി എന്ന് മിസ്ബാഹുൽ മുനീറിൽ ബഅദ് പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിർബന്ധമില്ലാതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു ഇൽത്തിബാസ്, കൺഫ്യൂഷൻ വരുന്നിടത്തത് ആവശ്യമാണ് എന്നും തിരിയുന്നുണ്ട്. കൺഫ്യൂഷൻ വരാത്ത സ്ഥലത്ത് നിർബന്ധമില്ല എന്നും വരുന്നുണ്ട്. പിന്നെ അസ്ഹരി പറഞ്ഞ അസ്ഹരിയുടെ ആ പരാമർശം മിസ്ബാഹുൽ മുനീറിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് മിസ്ബാഹുൽ മുനീറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ആലൂസി ഈ വിഷയത്തിനെ സംബന്ധിച്ച്, ആലൂസി നമ്മളെ മഹ്മൂദുൽ ആലൂസി റൂഹുൽ മആനിയുടെ മുസന്നിഫ്, അദ്ദേഹം പിൻകാലത്ത് വന്ന ഒരു മുഫസ്സിറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ഭാഷാപരമായിട്ടും ഉസൂലുപരമായിട്ടൊക്കെ നല്ല വ്യാഖ്യാനങ്ങളുള്ള, ബലാഗിയായിട്ടൊക്കെ നല്ല വിശദീകരണമുള്ള നല്ലൊരു തഫ്സീറാണ്. ചില ഭാഗങ്ങളിൽ, ഒറ്റപ്പെട്ട ചില ഭാഗങ്ങളിൽ നമുക്ക് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന് എതിരായ ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹം അങ്ങനെ തനിച്ച് സലഫിയോ വഹാബിയോ ഇസ്തിഗാസ വിരോധിയോ അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഇസ്തിഗാസ ചെയ്യാൻ പറ്റും, അതിന് വിരോധമല്ല, അത് അല്ലാഹു തആല ഇതിന് തന്നതാണ്. മറ്റുള്ളവരോട് ഇസ്തിഗാസ ചെയ്യുന്നത് പിന്നെ ഹറാമാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം അത് ശിർക്കാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കുറവ് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹം സാധാരണ നാം കേൾക്കാറുള്ള പുത്തൻവാദികളെ വാദമൊന്നും അദ്ദേഹത്തിനില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ മുഅ്മിനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അദ്ദേഹത്തിന് അങ്ങനെ കുറേ നല്ല സുന്നത്ത് ജമാഅത്തിന് ബലപ്പെട്ട നല്ല തഫ്സീറുകൾ പല ഭാഗത്തും ഉണ്ട്. അമ്പിയാക്കന്മാരെ ഇസ്മത്തിനെ കുറിച്ചൊക്കെ നല്ല തഫ്സീറാണ് അദ്ദേഹം അധിക ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആലൂസി അവരുടെ തഫ്സീറിൽ പറഞ്ഞു, ഖൗലുഹും ലം യുസ്മ ഷഹ്റു റജബിൻ, ഷെഹറു റജബ്, ഷെഹറു സഫർ, അങ്ങനെ ഷെഹറു ഷഅബാൻ, ഇങ്ങനെ ഷെഹർ കൂട്ടിയിട്ട് 3 മാസങ്ങളിലേ കേട്ടിട്ടുള്ളൂ. അത് ഏതാണ്? റമളാൻ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ. മറ്റു മാസങ്ങളിലൊന്നും ഷെഹർ കൂട്ടൂല എന്ന് അങ്ങനെ കേട്ടിട്ടില്ല, അറബികൾ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട് എന്ന് ഉദ്ധരിച്ചിട്ട് പറയുന്നു. അത് മിമ്മ സുമിയ ബൈനൽ മുതഅഖിരീന, അത് പിൻഗാമികൾക്ക് മുതഅഖിരീങ്ങളുടെ ഇടയിൽ കേൾക്കപ്പെട്ട ഒരു വിശകലനാണ്. വല അസ്ല ലഹു, അതിന് അടിസ്ഥാനമല്ല എന്നാണ്.
ആലൂസി പറഞ്ഞത്. പക്ഷേ ആലൂസി ആ മുതാഖിരീങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് നമുക്കൊരു സംശയമുണ്ട്. അത് മുതാഖിരീങ്ങളുടെ ഇടയിൽ മാത്രം കേൾക്കപ്പെട്ട ഒരു വിശകലനമെന്ന് സമ്മതിക്കാൻ വയ്യ. കാരണം ഫറാ ഒക്കെ ഹിജ്റ 207 അല്ലെങ്കിൽ 215 മരിച്ച ആളാണ് ഫറാ. നല്ല ഭാഷാ പണ്ഡിതനും നഹവിയുമാണ്. അദ്ദേഹം തന്നെ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ശേഷം തെഹദീബിൽ 370 വഫാത്തായ അസ്ഹരി ഇമാം, അതുപോലെ കുറേ ആളുകൾ അത് പറഞ്ഞതായി ഈ ഉദ്ധരണി കാണാം. ഇമാം നവവിയും തെഹദീബുൽ അസ്മാ വൽ ലുഗാത്തിൽ ഇത് ഉദ്ധരിച്ചിട്ട് അതിനെ ഗണ്ണിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അത് കേവലം മുതഅഖിരീങ്ങളുടെ ഇടയിൽ കേൾക്കപ്പെട്ട ഒരു വ്യാഖ്യാനാണ്, ഒരു വിശകലനാണ് എന്ന് പറഞ്ഞത് മുഷ്കിലാണ്. ഏതായാലും അതിന് ഒരു നഖല് കൊണ്ട് അതിനെ റദ്ദ് ചെയ്യുന്നുണ്ട് ആലൂസി. ഫഫി ഷർഹി തസ്ഹീൽ, ഇബ്നു മാലിക് റഹിമഹുള്ളയുടെ ഷർഹു തസ്ഹീലിൽ പറഞ്ഞ ആ വിശദീകരണം കൊണ്ടാണ് ഈ പറഞ്ഞതിനെ ഗണ്ണിച്ചത്. ഷർഹു തസ്ഹീലിൽ ഉണ്ട് ജവാസു ഇളാഫത്ത് ഷഹരിൻ ഇലാ ജമീഇ അസ്മാഇ ഷുഹൂരി, മാസങ്ങളുടെ എല്ലാ ഇസ്മിലേക്കും ഷഹർ ചേർത്തിയിട്ട് പറയാൻ പറ്റുമെന്ന് ഇബ്നു മാലിക് റഹിമഹുല്ല ഷർഹു തസ്ഹീൽ പറഞ്ഞിട്ടുണ്ട്. വഹുവ ഖൗലു അക്സരി നഹവീന, നഹവീങ്ങളിൽ നിന്ന് അധികം ആളുകളുടെയും അഭിപ്രായം അതാണ്. ഫദ്ദിഉൽ ഇത്ബാഖി ഗൈറു മുത്ബഖിൻ അലൈഹി, ചിലർ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൽ ഇത്ബാഖുണ്ട്, ഏകോപനമുണ്ട് എന്ന് പറഞ്ഞതിൽ ഏകോപനമില്ല. വ മൻശഉ ഗലത്തിൽ മുതഅഖിരീന, ആലൂസി പറയുന്നത് മുതഅഖിരീങ്ങൾക്കുണ്ടായ ഒരു ഗലത്താണ്. ആ ഗലത്തിൻ്റെ തുടക്കം, ആ ഗലത്ത് ഉണ്ടാവാൻ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാനുള്ള കാരണം മാഫി അദബുൽ കാത്തിബി, അദബുൽ കാത്തിബിൽ ഉള്ളതാണ്. അദബുൽ കാത്തിബ് എന്ന് പറഞ്ഞ ലുഗത്തിൻ്റെ കിതാബിൽ അദബുൽ കാത്തിബിൽ ഇബ്നു സിക്കീത്തിൻ്റെ അദബുൽ കാത്തിബ്, അതിലെന്താ ഉള്ളത്? മീൻ അന്നഹു ഇസ്തുലാഹുൽ കുത്താബി, അത് എഴുത്തുകാരുടെ ഒരു സാങ്കേതിക രീതിയാണ്, അത് നിർബന്ധമുള്ളതല്ല. ഖാല ലി അന്നഹും, എഴുത്തുകാർ ലമ്മ വളഉ താരീഖ ഫി സമനി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് താരീഖ് വെച്ചതെന്നാണല്ലോ. ഹിജ്രി താരീഖ് ഉണ്ടാക്കിയത് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്താണല്ലോ. അന്ന് അവർ താരീഖ് നിയമിച്ചപ്പോൾ വജഅലു അവല സനത്തി അൽ മുഹറമ, വർഷത്തിൻ്റെ തുടക്കം മുഹറം മാസമായി അവർ വെക്കുകയും ചെയ്തപ്പോൾ ഫക്കാനു ലാ യക്തുബൂന ഫി തവാരീഖിഹിം, ഈ റിക്കാർഡുകളും ചരിത്രങ്ങളൊക്കെ എഴുതി വെക്കുന്ന ആളുകൾ അവരുടെ താരീഖിൽ എഴുതിയില്ല ഷെഹ്റൻ, ഷെഹ്ർ എന്ന് കൂട്ടിയില്ല, ഇല്ലാമ റമദാന, റമദാനിൻ്റെ കൂടെയും റബീഅൈനി, റബിയുൽ അവ്വലിനും റബിയുൽ ആഖിറിനും കൂടെ മാത്രമേ അവർ ഷെഹ്ർ ചേർത്തി എഴുതിയതുള്ളൂ. അങ്ങനെ ചരിത്രം വരുമ്പോഴൊക്കെ അവിടെ റമദാനെ പറയുമ്പോൾ ഷെഹ്ർ കൂട്ടി വരും, റബിയുൽ അവ്വലിനും റബിയുൽ ആഖിറിനെയും പറയുമ്പോഴും ഷെഹ്ർ എന്നുള്ളത് ചേർത്തിയിട്ടാണ് പ്രയോഗം പിന്നീട് വന്നത്. ഫഹു അംറുൻ ഇസ്തുലാഹിയുൻ, അത് സാങ്കേതികമായ ഒരു വിഷയമാണ്. ലാ വളുഉൻ ലുഗവിയുൻ, ഭാഷാപരമായിട്ടുള്ള നിയമം അല്ല അത്. വജുഹു, എന്താണ് ആ എഴുത്തുകാരങ്ങനെ തീരുമാനിക്കാൻ കാരണം? അതിൻ്റെ ന്യായം ഫി റമദാന, റമദാനിൽ അവർ ഷെഹർ ചേർക്കാൻ കാരണം മുവാഫഖത്തുൽ ഖുർആൻ, ഖുർആനിൽ ഷെഹറു റമദാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുർആൻ പറഞ്ഞ പ്രയോഗത്തോട് യോജിക്കാമെന്ന് വിചാരിച്ച് റമദാനിൽ അങ്ങനെ ചേർത്തി. വഫി റബിയൈൻ, റബിയൈനിൽ അങ്ങനെ ചേർക്കാൻ കാരണം അൽ ഫസ്ലു അനിൽ ഫസ്ലി, അത് കാലം വസന്തകാലം എന്ന് പറഞ്ഞതുമായി വ്യത്യാസപ്പെടാൻ വേണ്ടിയാണ് അവിടെ ചേർത്തിയത്. വലിദ സ്വഹഹ സീബവൈഹി, നഹവീങ്ങളുടെ നേതാവായ സീബവൈഹി ഇമാമ് പ്രബലമാക്കിയിട്ടുണ്ട് ജവാസ ഇളാഫത്ത് ഷഹരി ഇലാ ജമീഇ അസ്മാഇ ഷുഹൂരി, എല്ലാ അസ്മാ ഷുഹൂറിലേക്കും ഷഹറിനെ ചേർത്താം എന്ന് സീബവൈഹി തന്നെ പ്രബലമാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന് ഷർഹു തസ്ഹീലിൽ നിന്ന് നമ്മൾ ആലൂസി ഉദ്ധരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബാജൂരി, ഇബ്നു ഖാസിമുൽ ഖസ്സിയുടെ ഹാഷിയയിൽ, ഷർഹിൻ്റെ ഹാഷിയയിൽ ബാജൂരി പറഞ്ഞിട്ടുണ്ട്, ചിലർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റജബ് അല്ലാത്ത തുടക്കത്തിൽ റാ ഉള്ള അറബി മാസങ്ങൾ ഏതൊക്കെ? പിന്നെ റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ, റമദാൻ, ഈ 3 മാസങ്ങളിലേക്ക് ഷെഹർ ചേർത്താവൂ, അല്ലാത്തതിലേക്ക് ഷെഹർ ചേർത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ അഭിപ്രായം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കഥാ ഖീല, ഇങ്ങനെ പറയപ്പെടുന്നു. വസ്വഹീഹു അന്നഹു യജൂസു ഇളാഫത്തു ഷഹരിൻ ഇലാ കുല്ലി ഷുഹൂർ എന്ന് പറഞ്ഞതായി കാണാം. ഈ ദുആയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയം, അല്ലാഹുമ്മ ബാരിക് ലനാ
ഫി റജബിൻ വ ഷഅബാന വ റമദാനിലും ബർക്കത്ത് ചെയ്യണേ എന്ന് എന്തുകൊണ്ടാണ് ദുആ ചെയ്യാത്തത് എന്നാണ് സംശയം.